ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപനും മേഘാതനും ഒക്കെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ചർച്ചയിലാണ്. എങ്ങനെയൊക്കെയായിരിക്കും ആ സ്വത്തുക്കളൊക്കെ പങ്കിടുക എന്നുള്ള ഒരു ചർച്ചയിലാണ്. അപ്പം പ്രതാപൻ ഇങ്ങനെ മേഘാതനോട് പറയുന്നുണ്ട്, എന്തായാലും ഫിനാൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഉണ്ണിക്ക് തന്നെ കൊടുക്കണം, ഉണ്ണിക്ക് തന്നെ കൊടുത്താൽ മതി. കാരണം കരുണയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഉണ്ണി അതൊക്കെ നോക്കി നടത്തുന്നത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മേഘാതനാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഓ ഇയാൾ തുടങ്ങി, ഇയാൾ ഇനിയിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും, ഇയാൾ കാർത്തിയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. അപ്പം എന്ത് തന്നെ നമ്മുടെ മേഘാതൻ അതൊക്കെ അവനോട് തൊട്ട് അതൊന്നും ഒരു വിഷയമല്ല, ഞാൻ എന്തായാലും സ്വർണ്ണ കച്ചവടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് മേഘാതൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് പ്രതാപൻ വിചാരിക്കുന്നുണ്ട്, ഓ അപ്പോൾ സ്വർണ്ണവും കൂടി ഉണ്ടല്ലേ, അത് ഞാൻ മറന്നുപോയി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതാപൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രതാപനും പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും ഞാൻ അത്ര വലിയ സ്വത്തുക്കളൊന്നും പങ്കുവയ്ക്കാൻ പോകുന്നില്ല, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ഒരു കണ്ണൻ്റെയും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചതിന് ശേഷം നമുക്ക് ഈ സ്വത്തുക്കളിലേക്ക് വരാമെന്നുള്ള രീതിയിൽ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ രണ്ടാൾക്കും ഭയങ്കര ആർത്തി മൂത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കണ്ണൻ്റെ സ്വത്തുക്കൾ എത്രത്തോളം കിട്ടിയാൽ അത്രത്തോളം നല്ലതെന്നുള്ള രീതിയിലാണ് രണ്ടാളും ഇപ്പോൾ ഉള്ളത്. കരുണയാണെങ്കിൽ ഉണ്ണീനോട് പറയുന്നുണ്ട്, അച്ഛനിങ്ങനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ എടുക്കും. ഇനിയിപ്പോൾ ഉണ്ണിയേട്ടൻ എന്ത് ചെയ്യണം, ഫിനാൻസിൻ്റെ കാര്യങ്ങളും അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തന്നെ നിൽക്കണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ണി പറയുന്നത് ഈ ഒരു വിജയം നമുക്ക് ആഘോഷിക്കണം, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം കരുണയാണെങ്കിൽ പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ പറഞ്ഞ് എവിടെയാണെങ്കിലും നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ മഞ്ജുവും സാഗറും ഉണ്ട്. മഞ്ജു സാഗർ ആണെങ്കിൽ ദർശനമൊക്കെ കഴിഞ്ഞ് മഞ്ജുവിൻ്റെ കൂടെ കുറച്ച് കറങ്ങാനായിട്ടാണ് സാഗർ മഞ്ജു അങ്ങനെ ഒരു ബീച്ചിലേക്ക് വന്നിട്ടുള്ളത്. അവരിങ്ങനെ സന്തോഷിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് നമ്മുടെ കരുണേനെയും ഉണ്ണീനെയും കാണുന്നത്. ഈ ഒരു സമയത്താണെങ്കിൽ രണ്ടാളും നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. വെറുതെ ഇനിയിപ്പോൾ പ്രശ്നമാക്കണ്ട, എന്തായാലും കണ്ണേട്ടൻ എന്ത് ചെയ്യട്ടെ, കണ്ണേട്ടൻ വീട്ടിലേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയട്ടെ, എന്നിട്ടും അവർ മനസ്സിലാക്കണം അവർക്കൊന്നും പറ്റിയിട്ടില്ല, ആ മേഘനാഥനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഗുണ്ടകൾക്കാണ് മരിച്ചതും ഹോസ്പിറ്റലിലുള്ളതെന്നൊക്കെ അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ദുർഗേനെ കാണാനായിട്ട് മേഘനാഥൻ പോകുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ദുർഗേനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഫിനാൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊക്കെ നല്ലപോലെ നോക്കണം, കണ്ണൻ്റെ സ്വത്തുക്കൾ മാത്രം മതി നമ്മുടെ ഒരു 100 തലമുറയ്ക്ക് ജീവിക്കാനായിട്ട്. ഇനിയിപ്പോൾ എന്തായാലും കണ്ണനും ആരൊന്നും മടങ്ങി വരാൻ പോകുന്നില്ല, ഇനിയിപ്പം മഹാലക്ഷ്മിനെ നമുക്ക് നമ്മുടെ അടിമയാക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോ പദ്ധതികൾ ഇവർ പരസ്പരം പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, കണ്ണൻ ഇത്രയും നാളുണ്ടായിരുന്നപ്പോൾ ആ മഹാലക്ഷ്മിയുടെ അഹങ്കാരം ഒന്ന് കാണേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് കാണണം അവൾ എങ്ങനെ അഹങ്കരിക്കുക, എങ്ങനെയാണ് ഞങ്ങളോടൊക്കെ കയർത്ത് പറയുക എന്നുള്ളത് എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. മോഹിനി മഹാലക്ഷ്മി സംസാരിക്കുന്ന സമയത്ത് തോമസ് വൈദ്യനെ കാണാൻ പോയതും തോമസ് വൈദ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മോഹിനിയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിലും മഹാലക്ഷ്മിയോട് മോഹിനി പറയുന്നുണ്ട്, എന്തായാലും തോമസ് വൈദ്യൻ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാലുണ്ടാവട്ടെ, നല്ലൊരു കുഞ്ഞൻ ജനിക്കട്ടെ, എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും നല്ലതിൽ ജീവിക്കട്ടെ, ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നങ്ങളോ വിഘ്നങ്ങളോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, എല്ലാം നല്ലതായി വന്നിട്ടുണ്ടെന്നൊക്കെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളിലാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.